പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. അവിടുത്തെ തിരുവചനം നമ്മുടെ പാദങ്ങൾക്ക് എപ്പോഴും വിളക്കായിരിക്കട്ടെ. സങ്കീർത്തനം 139:1 കർത്താവെ, അങ്ങനെ ശോധന ചെയ്യുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. സർവജ്ഞാനിയായ ഈശോയെ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി അറിയുന്നു. ദിവ്യകാരുണ്യത്തിൽ അങ്ങ് സന്നിഹിതനായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇരിപ്പും നടപ്പും ചിന്തയും വാക്കുകളും അങ്ങയുടെ മുമ്പിൽ വെളിപ്പെടുന്നു. അങ്ങയുടെ സർവജ്ഞാനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ പരിപൂർണമായി എളിമപ്പെട്ട് താഴ്ത്തുന്നു. ഞങ്ങളെ ശോധന ചെയ്ത് പരിശോധിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കൃപകൾ നൽകുകയും ചെയ്യണമേ. അങ്ങനെ ശോധന ചെയ്യുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ദൈവം അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ദൈവത്തിന് അജ്ഞാതമായിട്ടില്ല. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, ഹൃദയത്തിലെ രഹസ്യങ്ങൾ എല്ലാം ഈ ദിവ്യകാരുണ്യനാഥൻ അറിയുന്നുണ്ട്. ഇതൊരു ഭീഷണിയല്ല, മറിച്ച് നമ്മെ പൂർണ്ണമായി സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ ആശ്വാസകരമായ സാമീപ്യമാണ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്നും നമ്മെ പരിപൂർണമായി അറിയുന്ന നാഥൻ്റെ മുമ്പിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ എവിടേക്ക് ഓടിപ്പോകും? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നമുക്ക് ഒളിച്ചോടാൻ കഴിയില്ല. ഈശോ ഈ അൾത്താരയിൽ ഈ ദിവ്യകാരുണ്യത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അവിടത്തേക്ക് തുറന്നു കൊടുക്കണം. നമുക്ക് ഓടി രക്ഷപ്പെടാനായിട്ടൊരു വഴിയുമില്ല, ഓടി ഒളിക്കുവാനായിട്ടൊരിടവുമില്ല എന്ന് തിരിച്ചറിയുക. അങ്ങനെ നമ്മൾ പരിശോധിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നാം ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുമ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിക്കുകയും ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ആ വെളിച്ചം വീശേണ്ട ഇടങ്ങളിൽ, ഇരുണ്ട ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് നമ്മെ ശോധന ചെയ്ത് ശുദ്ധീകരിക്കും. അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥനാപൂർവം, സ്നേഹപൂർവ്വം നമുക്ക് ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ പരിശോധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ മറച്ചു വച്ചിരിക്കുന്നവയെല്ലാം തമ്പുരാന് മുമ്പിൽ നമുക്ക് തുറന്നു പറയേണ്ടതായിട്ടുണ്ട്, സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവെ, എന്നെ ശോധന ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥിക്കുക. സർവ്വവ്യാപിയായ ഈശോയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. നമ്മെ പൂർണ്ണമായി അറിയുന്ന ഈശോയ്ക്ക് മുമ്പിൽ നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായ നിയോഗങ്ങളും ദൈവത്തിൻ്റെ ശോധനയും മാർഗനിർദ്ദേശവും ആവശ്യമുള്ള എല്ലാം ലോകത്തിൽ നിന്നും ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയും ഈ ലോകത്തിൽ തമ്പുരാൻ്റെ കൃപയ്ക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളും അങ്ങേക്ക് അപ്രിയമായ എല്ലാ വഴികളും എന്നിൽ നിന്ന് നീക്കി എന്നെ ശുദ്ധീകരിക്കുന്നതിനായി ഈശോയെ എന്നെ ശോധന ചെയ്ത് നിത്യവഴിയിൽ നടത്തണമേ. സത്യാന്വേഷണം നടത്തുന്നവർക്കും ഇരുട്ടിൽ അലയുന്നവർക്കും അങ്ങനെ വെളിച്ചം നൽകി നിർവഴിയിലേക്ക് നയിക്കുന്നതിനായി ഈശോയെ എന്നെ ശോധന ചെയ്ത് നിത്യവഴിയിൽ നടത്തണമേ. രോഗങ്ങൾ, വിഷമതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയാൽ കഷ്ടപ്പെടുന്നവരെ അവരുടെ നിയോഗങ്ങൾക്കായി അങ്ങയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനായി ഈശോയെ എന്നെ ശോധന ചെയ്ത് നിത്യവഴിയെ നടത്തണം. നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴി തിരിച്ചറിയാനായിട്ട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെ അറിയുന്നു, അങ്ങൻ്റെ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ സർവ്വജ്ഞാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അങ്ങയുടെ നിത്യവഴിയിൽ നടത്തണമേ. നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ പൂർണ്ണമായി അറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നിങ്ങൾ ജീവിക്കുക. അവിടുന്ന് നിങ്ങളെ നിത്യവഴിയിൽ നടത്തട്ടെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അവിടുന്ന് പരിശോധിക്കുകയും നമ്മുടെ എല്ലാ നിയോഗങ്ങളും മേൽ അവിടുത്തെ സമൃദ്ധമായ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യട്ടെ. പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.